Thank you, teacher. I am very happy to invite our loving Tobias sir to address the gathering. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ, വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിവിടെ ഇങ്ങനെ നിൽക്കാൻ, ധൈര്യത്തോടുകൂടി നിൽക്കാനുള്ള കാരണം എൻ്റെ മാതാവാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. ഞങ്ങൾ 10 മക്കളാണ്. അതിൽ ആൺകുട്ടികളെ ഏറ്റവും താഴെയുള്ള ആളാണ് ഞാൻ. ഇത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് തോന്നാം. എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ അധികവും അമ്മമാരാണ്, സ്ത്രീകളാണ്. സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ടീച്ചർ ആൻഡ് ദ ഫസ്റ്റ് ടീച്ചർ. അവർ 1945 ക്രൈസ്റ്റ് കിങ് കോൺവെൻറ്റ് പാവർട്ടിയിൽ നിന്ന് SSLC പാസ്സായ ആളാണ്. അന്നത്തെ മാധ്യമം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷെല്ലാം ഒരു പരിധി വരെ പഠിച്ചത്. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടാണെന്ന് പറയുമ്പോഴും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. കോംപ്ലിമെൻ്ററി ടു വൺ അനദർ എന്ന് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫ് ഒരു പരിധി വരെ വിജയകരമാകാനുള്ള കാരണം എൻ്റെ കുടുംബമാണ്. 2006 മുതൽ ഇംഗ്ലീഷ് വാല്യുവേഷൻ കമ്പൽസറിയാണ്. 10ാം ക്ലാസ്സിൻ്റെ വാല്യുവേഷൻ ഉറപ്പായിട്ടും പോകണം. അപ്പോൾ വാല്യുവേഷന് പോകും. പിന്നെ SRG DRG ട്രെയിനിങ് ഉണ്ട്. ഈ SRG ട്രെയിനിങ് കഴിഞ്ഞ് 2-3 സ്പെല്ല് DRG ട്രെയിനിങ് കഴിയുമ്പോൾ മെയ് 28 29 ആകും. അങ്ങനെ 1-2 കൊല്ലമല്ല, സർവീസിൽ കയറിയ കാലം മുതൽ കഴിഞ്ഞ വർഷം വരെ. അപ്പോഴൊക്കെ എനിക്ക് മുഴുവനായും സപ്പോർട്ട് തന്നത് എൻ്റെ സഹധർമ്മിണിയാണ്, എൻ്റെ മക്കളാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ വിജയത്തിൻ്റെ പിന്നിലും സ്ത്രീ എന്നുള്ളതാണ് ഏറ്റവും കരുത്ത്. ഒരുപാട് സ്കൂളുകളിൽ ജോലി ചെയ്ത് മുന്നേ പറഞ്ഞ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ അൺഎയ്ഡഡ് സ്കൂൾ, പാരലൽ കോളേജ്, എയ്ഡഡ് സ്കൂൾ, തൃശ്ശൂർ CMS സ്കൂളിലൊക്കെ ഞാൻ 5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ, യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള എരുമപ്പെട്ടി സ്കൂള്, വളരെ ചെറിയ ആശ്രമ അന്തരീക്ഷമുള്ള കൊടകര ഗേൾസ് സ്കൂൾ, ഇങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓരോ സ്കൂളും ഈച്ച് എക്സ്പീരിയൻസ് ഇസ് എൻ ആർക്ക് എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു 3-4 വർഷമാണ് ജോലി ചെയ്തത്. അതിൽ എന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം വെക്കേഷനിൽ എനിക്ക് 2 കുട്ടികൾ ഫോൺ വിളിച്ചു. ഒരു അലീന എജോ, ആഷ EV. ഈ 2 കുട്ടികളാണ് എന്നെ വിളിച്ചത്. ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സർപ്രൈസായിട്ട് വരാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് മാഷ് വീട്ടിലേക്ക്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ മാഷ് ഉണ്ടായില്ലെങ്കിലോ അവിടെ. അങ്ങനെ ഒരു ദിവസം മുന്നേ എന്നെ വിളിച്ച് പറയുന്നു, 10Cയിൽ 44 കുട്ടികളിൽ ഏകദേശം എല്ലാവരും ഒരു വണ്ടി വിളിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം മുഴുവൻ ഞങ്ങളോടൊത്ത് എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. വടക്കാഞ്ചേരിയുടെ ഒരു അനുഭവം, ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് പറയാനുള്ള സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇത് ഏറ്റവും വലിയ ഒരു അംഗീകാരമായും സന്തോഷമായും എനിക്ക് ഉണ്ട്. മരണാനന്തര ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് അധ്യാപകനായി തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർന്നില്ല. ഇനിയും ഈ മനോഹര തീരത്ത് ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സഹധർമ്മിണി ലിജി തന്നെയായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നിങ്ങളിന്ന് ഇവിടുത്തെ മുൻകാലങ്ങളില്ലാതെ വ്യത്യസ്തമായി ഞങ്ങൾക്ക് വേണ്ടി, ഈ വിരമിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായ പരിപാടികളിവിടെ ഒരുക്കി തന്ന ഈ സ്കൂളിൻ്റെ മേലധികാരിയും എൻ്റെ സഹപ്രവർത്തകരും, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനുപമ ടീച്ചർ, പ്രീതി ടീച്ചർ, എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സജീവൻ മാഷ്, മറ്റെല്ലാവരെയോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോടൊപ്പം വിരമിക്കുന്ന എല്ലാ എൻ്റെ സഹപ്രവർത്തകർക്കും സന്തോഷകരമായ വിശ്രമ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, sir.